നിങ്ങൾ എൻ്റെ പുറകെ കാണുന്ന ഈ വീട് ദൃശ്യം 3 സിനിമയിൽ തൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് മോഹൻലാൽ ഡോർ ചവിട്ടി തുറക്കുന്ന ആ ഒരു സെറ്റാണ്. ഇത് സെറ്റ് ഇട്ടതാണ്. പക്ഷേ ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, നമസ്കാരം. ഇന്ന് ഞാനുള്ളത് വാഗമണിലാണ്. ഒരു വെക്കേഷനുമായിട്ട് വന്നതാണ്. ഇതൊരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. പക്ഷേ കൺസ്ട്രക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പക്ഷേ ഉപയോഗപ്രദമാവാം, അല്ലെങ്കിൽ ഇതൊന്ന് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ ഗ്യാപ്പിന് ശേഷം ഞങ്ങളൊരു ചെറിയൊരു വെക്കേഷനായിട്ടൊരു 2 ദിവസത്തേക്ക് വന്നതാണ് വാഗമണിൽ. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ കൺസ്ട്രക്ഷൻ രീതിയിൽ ചെയ്തു വന്നിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെപ്പോഴും നമുക്ക് പുതുമ തരുന്ന തന്നെ ആയിരിക്കും. അതിൽ ചില കാര്യങ്ങൾ നമ്മളിപ്പോഴും നോക്കും, അയ്യോ ഇത് അന്ന് ചെയ്തിട്ട് ഇപ്പോഴും അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയൊരു ചെറിയൊരു വില്ല പോലെയുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അതിലൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പുറകെ കാണുന്ന ഈ ഒരു കരിങ്കല്ല് കെട്ട് തന്നെയാണ്. അപ്പോൾ ഏകദേശം 40-45 സെൻറ്റിമീറ്ററിന് കരിങ്കല്ലിൽ കെട്ടിയ ഒരു ബിൽഡിങ്ങാണ്. പിന്നെ വെറും 2 റൂമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര രസമാണ്. അതെന്തെന്ന് വെച്ചാൽ, ഏകദേശം 20 ഇയേഴ്സിന് മുന്നേ ചെയ്തൊരു ആർക്കിടെക്റ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണത്. അപ്പോൾ അന്ന് അവർ യൂസ് ചെയ്തിരുന്ന നമ്മളിപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ പ്രൊജക്റ്റുകളിലും ചെയ്യുന്ന പല കാര്യങ്ങളും അത്രയും വർഷം മുമ്പ് അവർ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും അത് ചെയ്തു വരുമ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഭയങ്കര വലുതാണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ ഇങ്ങനെ വന്ന് ഇതിലോട്ട് മൊത്തം നോക്കി നമുക്ക് ഇങ്ങനെ ചാരി ഇരിക്കാനുള്ളൊരു കൺസെപ്റ്റ് അവർ അന്ന് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ചെയ്യുന്ന പല സിറ്റ് ഔട്ടുകളും ഇത്ര പോലും ലെങ്ത് ഇല്ലാത്തതോ സൈസ് ഇല്ലാത്തതോ ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് അതൊന്നും തോന്നത്തില്ല. ഇപ്പോൾ ഇത് തന്നെ ഒറിജിനൽ മരമാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതൊരു സ്ട്രെസ് വർക്കാണ്. പിന്നെ അതിൽ കുറേ ക്ലാഡിങ് ഇത് ചെയ്തിരിക്കുകയാണ്. ക്ലാഡിങ് ഒട്ടിച്ചെന്നല്ല, അന്നാണ് ക്ലാഡിങ് ഇല്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇത് പ്ലാസ്റ്റർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന കോർണർ വിൻഡോ ആണ്, കണ്ടോ. അതുപോലെ ഒരു സെറ്റി വേണ്ട ഇവിടെ. സെറ്റിക്ക് വേറെ ഒരു ചെറിയ സ്ലാബ് കൊടുത്തിട്ട് അതിൽ തന്നെ കുഷനൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റിയായി. പിന്നെ ഈ ഒരു വർക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കരിങ്കല്ലൊക്കെ ചെയ്ത് എന്ത് ആംബിയൻസ് ലൈറ്റ്. മെയിൻ ഹൈലൈറ്റ് ഈ ഒരു സ്റ്റെയറാണ്. ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ബാൽക്കണിയാണ്. അത്യാവശ്യം നല്ല വ്യൂ ആണ് അവിടെ നിന്ന്. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇറങ്ങി വരാൻ പറ്റും. അത് 210 ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ആ 210 ലെവലിൽ ലിൻഡൽ ഹൈറ്റ് ചെയ്തതിൻ്റെ കാര്യം, ഈ ബെഡ്റൂമിന് ഒരു അടിപൊളി ബേ വിൻഡോ ഉണ്ട്, കണ്ടോ. അതാണ് നമ്മുടെ ബാൽക്കണി. അതിൻ്റെ ഒരു ബ്രില്യൻസ് ആലോചിക്കണം. ഇന്നാണ് നമ്മളിപ്പോഴാണ് ഇവിടെ ബേ വിൻഡോ മറ്റൊക്കെ ചെയ്യുന്നത്. അവർ ഏത് കാലത്ത് ചെയ്തിരുന്നതെന്ന് ആലോചിച്ചു. ആ സ്പേസിനെ